താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ടിൽ നിന്ന് മാലിന്യം പുഴയിലേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കോഴി മാലിന്യം ഒഴുകി കറുത്ത നിറത്തിൽ വെള്ളം ഒഴുകുന്നതാണ് ദൃശ്യങ്ങളിൽ. സ്ഥാപനത്തിലെ ജീവനക്കാരൻ രാജിന്റെ പരാതിയിൽ സമരസമിതി പ്രവർത്തകരായ 28ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നല്ല സ്മെല്ലുമാണ്. കോയിൻ്റെ പാട കണ്ടോ? കോയൊക്കെ പോണ തോടാണ് നമ്മളെ. വെള്ളം കറക്റ്റ് നമ്മളെ തോട്ടിക്കാ ചാടുന്നത്. അതാണ് ഫ്രഷ് കട്ടിന്റെ മതിലാണിത്. നേരിട്ട് ഇങ്ങനെ ചാടുക. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, അറപ്പുളവാക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയധികം മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയിട്ടും ഇതിൽ ഇതുവരെയും മറ്റധികൃതരുടെ നടപടികളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴൊരു സമരമുണ്ടാവുന്നു, അതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുന്നു, അല്ലേ? മൂത്തി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ താമരശ്ശേരി ഫ്രഷ് കട്ടിന്റെ മുൻപിലെ സമരം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2019 മുതൽ തുടങ്ങിയ ഒരു സമരമാണ്. അതിനിടയ്ക്ക് ഈ വിധത്തിൽ മാലിന്യമൊക്കെ പുഴയിലേക്ക് ഒഴുകുന്നു, കറുത്ത നിറത്തിൽ മലിനമായ വെള്ളം ഒഴുകുന്നു. അവിടെയുള്ള പ്രദേശവാസികൾക്ക് എല്ലാവർക്കും വലിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. അലർജി അടക്കം അവിടെ ഒരു സ്ഥിരം പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. അന്ന് ഇങ്ങനെ പലതവണയായിട്ട് പുഴയിലേക്ക് മാലിന്യമൊക്കെ ഒഴുകിയ സമയത്ത് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നത്. ഇത് ഒന്നോ രണ്ടോ ദൃശ്യം മാത്രമാണ്. ഇങ്ങനെ പലരായിട്ട് താമരശ്ശേരിയിലെ പലരായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ച ദൃശ്യങ്ങൾ മറ്റനേകം വേറെയും ഉണ്ട് എന്നുള്ളതാണ് കാര്യം. നമ്മളിതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് താമരശ്ശേരി പഞ്ചായത്ത് ഒരു ഘട്ടത്തിൽ ഇതിന് NOC നിഷേധിച്ചതാണ്, ലൈസൻസ് തരില്ലെന്ന് പറഞ്ഞതാണ്. പിന്നീട് കോടതിയിൽ പോയി പ്രത്യേക ഉത്തരവ് സമ്പാദിച്ചാണ് പിന്നീട് പ്രവർത്തനമൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറി ഇതൊരു സംഘർഷം ഉണ്ടായതോടുകൂടി ഇതിന്റെ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് CPM പ്രധാനമായിട്ടും ഇപ്പോഴും വിരൽ ചൂണ്ടുന്നത് അവിടെ പ്രശ്നമുണ്ടാക്കിയത് STPI ആണ് എന്ന തരത്തിലേക്കാണ് CPM അവരുടെ വിരൽ ചൂണ്ടിവെക്കുന്നത്. പക്ഷേ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി കുറച്ചു നേരം മുൻപ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു, മെഹബൂബ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ STPI ആണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ CPMന്റെ മുൻപിലുള്ള വ്യക്തത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായൊരു പേര് പറയാനോ അതല്ലെങ്കിൽ കൃത്യമായൊരു വ്യക്തമായ കാര്യങ്ങൾ പറയാനോ CPMന് സാധിക്കുന്നില്ല. പക്ഷേ STPI ആണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്, STPI ആണ് അവിടെ തീയിട്ടത്, STPI ആണ് അവിടെ ഈ ഫ്രഷ് കട്ടിന് തീയിട്ടത് എന്ന തരത്തിൽ തന്നെ CPM അവരുടെ ആരോപണം STPIയിലേക്ക് ചൂണ്ടുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണത്, അല്ലേ? തീർച്ചയായിട്ടും ആ പ്രശ്നം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ രാഷ്ട്രീയമൊക്കെ വേറെ തന്നെയാണ്. അതൊരിക്കലും നമുക്ക് ഇടതടവില്ലാതെ അതിലൊരു പ്രയാസവും ഇല്ലാതെ ആ ജനങ്ങൾ അവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ മലിനീകരണത്തിന്റെ ദുരിതം സഹിക്കുന്നത് താമരശ്ശേരി കട്ടിപ്പാറയിലെ ജനങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കോടഞ്ചേരി, ഓമശ്ശേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് അവിടെ സമരം ചെയ്തിരുന്നത്. ആ സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിൽ നടന്ന സമരവുമല്ല. അവിടെ കൃത്യമായിട്ട് കോൺഗ്രസും ലീഗും മുസ്ലിം ലീഗും DYFIയും ഒക്കെ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു ജനകീയ സമരസമിതിയാണ്. അവരാണ് അവിടെ പ്രക്ഷോഭം നയിച്ചത്. ആ പ്രക്ഷോഭത്തിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അവർ അവിടെ സമരം നടത്താൻ ദിവസങ്ങളോളം ഭക്ഷണമടക്കം കരുതിയിട്ടാണ് ആ സമരം നടത്താൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ഇവർ എത്രത്തോളം ദുരിതം സഹിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നതിന്റെ തെളിവാണ് ആ പുഴയിൽ ഒഴുകുന്ന മാലിന്യത്തിന്റെ ദൃശ്യം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും അതായത് നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും എത്രത്തോളം ആ ദുരിതം, അതായത് എത്രത്തോളം ദുസ്സഹമാണ് അവിടുത്തെ കാഴ്ച, അതല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ ഗന്ധം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ വ്യക്തമാക്കിയതാണ്. അത് അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ അത് കുറെ കാലമായിട്ട് അനുഭവിക്കുന്നതാണ്. കിടപ്പിലായ ബെഡ് റിഡൺ ആയിട്ടുള്ള രോഗികളുള്ള പ്രദേശമാണ്. അവരൊക്കെ ഇന്നലെ നമ്മൾ കണ്ടൊരു ദൃശ്യം